ഓൾ കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിൽ ഗണിതശാസ്ത്രത്തിൽ മുൻ വർഷങ്ങൾ ചോദിച്ചൊരു പ്രശ്നമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. 500 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു മിനിറ്റിൽ 1500 മീറ്റർ സഞ്ചരിക്കുന്നു. ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ ട്രെയിൻ എത്ര സമയം എടുക്കും? അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ ട്രെയിനിന് ആവശ്യമായ സമയമാണ്. എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ചോദ്യത്തിൽ ടൈം 1 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. കൂടാതെ ട്രെയിൻ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 1500 മീറ്ററും തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. ഇതിൽ നിന്ന് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ഫോർമുല യൂസ് ചെയ്യാം. അതിൽ നിന്നും ഡിസ്റ്റൻസ് 1500, ടൈം 60. അപ്പോൾ 1500നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 25 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ് എന്നുള്ള ഉത്തരം ലഭിക്കും. നമുക്ക് ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ ആവശ്യമായ സമയമാണ്. നമുക്ക് ചോദ്യത്തിൽ ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട്. 500 മീറ്ററാണ് ട്രെയിനിൻ്റെ നീളം. ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ ആവശ്യമായ ദൂരവും ട്രെയിനിൻ്റെ ദൂരം തന്നെ ആയിരിക്കും. അതായത് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 മീറ്റർ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ സെക്കൻഡാണ്. ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് 500 മീറ്റർ ആണെന്ന് ലഭിച്ചു. സ്പീഡ് നമ്മൾ 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. സോ നമ്മൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യുമ്പോൾ 500/25 എന്ന് നമുക്ക് ലഭിക്കും. അത് ഹരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഉത്തരം 20 സെക്കൻഡ് എന്നുള്ളത് ലഭിക്കും. അതായത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കാൻ ട്രെയിനിന് ആവശ്യമായ സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. താങ്ക് യു.